അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തെർമോഡൈനാമിക്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് നോക്കാം. ഓക്കെ, തെർമോഡൈനാമിക്സ് എന്ന ടേം എന്താണ്? ഒരു തെർമോഡൈനാമിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിത്ത് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ഹീറ്റ്, വർക്ക്, ടെമ്പറേച്ചർ ആൻഡ് എനർജി. ഓക്കെ, ഹീറ്റ്, വർക്ക്, ടെമ്പറേച്ചർ, എനർജി ഈ മൂന്ന് കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ആ ഒരു ബ്രാഞ്ചിനാണ് എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് തെർമോഡൈനാമിക്സ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, തെർമൽ എനർജി വെച്ച് എങ്ങനെ ഒരു വർക്ക് ഡൺ ചെയ്യാൻ പറ്റും, ഒരു തെർമൽ എനർജി വെച്ച് നമുക്ക് എങ്ങനെ ഒരു യൂസ്ഫുൾ ആക്കി മാറ്റാം തെർമൽ എനർജി. അപ്പൊ അതൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് വരുന്നത്. തെർമൽ ഡൈനാമിക്സ്, അതായത് തെർമോഡൈനാമിക്സ് എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്താണ് നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇങ്ങനെ 3 ലോസ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ദെൻ കുറച്ച് എൻജിൻസ്, റെഫ്രിജറേറ്റർ എൻജിൻസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നമ്മളിപ്പോ എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് നോക്കി. ഇനി ആദ്യം നമ്മൾ നോക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഹീറ്റ്, എന്താണ് ടെമ്പറേച്ചർ. ഓക്കെ, എന്താണ് ഹീറ്റ്, എന്താണ് ടെമ്പറേച്ചർ, ഇതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ഹീറ്റ് എന്താണെന്ന് നോക്കാം. ഹീറ്റിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഹീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹീറ്റ്, ചൂട്. ഓക്കെ, സാധാരണ ഹീറ്റ് നമ്മൾ മിക്കപ്പോഴും ഹീറ്റും ടെമ്പറേച്ചറും നമ്മൾ മിക്കപ്പോഴും ഒരേപോലെ അങ്ങ് യൂസ് ചെയ്യും. ഹീറ്റ് കൂടുതലാണ്, ചൂട് കൂടുതലാണ്, ടെമ്പറേച്ചർ കൂടുതലാണ്, എല്ലാத்தைയും ഒരേപോലെ യൂസ് ചെയ്യും. ശരിക്കും എല്ലാം പരസ്പരം റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. പക്ഷെ എന്തുണ്ട്, അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഉണ്ട്. എന്താണ് ഹീറ്റ്, എന്താണ് ടെമ്പറേച്ചർ എന്ന ഡെഫിനിഷൻസിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ എക്സാമിനേഷനൊക്കെ വാട്ട് ഈസ് ടെമ്പറേച്ചർ ചോദിക്കുമ്പോൾ ഹീറ്റിന്റെ ഡെഫിനിഷൻ എഴുതി നമുക്ക് എന്ത് ചെയ്യത്തില്ല, മാർക്ക് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം എന്താണ് ഹീറ്റ് നോക്കാം. ദ ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഓക്കെ, ഹീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അത് നമുക്കൊരു എനർജിയുടെ ഫോമാണ്, എനർജിയുടെ മെഷർമെന്റ് ആണ് ഹീറ്റ് എന്ന് പറയുന്നത്. ഒരു ബോഡിക്ക് ഹീറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, അതൊരു എനർജി മെഷർമെന്റ് ആണ്. കാരണം ഈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു മോളിക്യൂൾസിനകത്തുള്ള, അല്ലെങ്കിൽ ആ ഒരു എലമെന്റിനകത്തുള്ള ആ ഒരു ആറ്റത്തിന്റെ എന്താണ് വൈബ്രേഷൻ കാരണം നമുക്ക് ഹീറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർമെന്റ് ഓഫ് റാൻഡംനെസ്, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺസ് ഇൻസൈഡ് ദ മോളിക്യൂൾ. ഓക്കെ, അപ്പൊ അതിനകത്ത് ശരിക്കും ആ ഒരു മോളിക്യൂളിനകത്ത്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനകത്ത്, ഇപ്പൊ ഒരു മെറ്റൽ പീസ് എടുത്തു, ആ ഒരു അയൺ എടുത്തിട്ട് ഹീറ്റ് ചെയ്തു. അപ്പൊ ഹീറ്റ് ചെയ്യുക മീൻസ് അവിടെ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു ഇലക്ട്രോൺസ്, അതിനകത്ത് ഈ ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യുകയും അതെന്ത് ചെയ്യും, വൈബ്രേഷൻ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു വൈബ്രേഷൻ കാരണമാണ് നമുക്ക് ഹീറ്റ് കിട്ടുന്നത്. ഓക്കെ, ഹീറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് എന്താ പറയാ, കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, എനർജിയുടെ ടേം ആണ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ പറയുമ്പോൾ നമുക്ക് ഹീറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്തോ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു ചൂട് കൂടുക, അങ്ങനെയൊക്കെ നമ്മൾ ഹീറ്റ് നമ്മുടെ ഒരു ഡെഫിനിഷൻ നമ്മൾ പറയും. പക്ഷെ ശരിക്കും അതൊരു മെക്കാനിക്കൽ ഇതാണ്, അതിനകത്ത് നടക്കുന്ന ഒരു മെക്കാനിക്കൽ പ്രോസസ് ആണ്. എന്ത് ചെയ്യുന്നു, ആ ഒരു ഇലക്ട്രോൺസ് വൈബ്രേഷൻ കൊണ്ടുവരുന്നു. അപ്പൊ ആ ഒരു വൈബ്രേഷൻ എനർജിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ആയിട്ട് പുറത്ത് തോന്നുന്നത്. അപ്പോൾ ഹീറ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ അക്കോർഡ് ഓഫ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ഫ്രം വൺ ബോഡി ടു ദ അനദർ ബൈ കണ്ടക്ഷൻ, കൺവെൻഷൻ ഓർ റേഡിയേഷൻ. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തോട്ട് ഫ്ലോ ചെയ്യുന്ന ആ ഒരു യൂണിറ്റിയാണ് എന്ത്, ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് പ്രോസസ് ഉണ്ട്, കണ്ടക്ഷൻ ഉണ്ട്, കൺവെൻഷൻ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ 3 പ്രോസസ് വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഹയർ ടെമ്പറേച്ചർ ഉള്ള ബോഡിയിൽ നിന്ന് കോൾഡർ റീജിയനിലോട്ട്. അപ്പൊ നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്തു നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ആ ഒരു കണ്ടക്ഷൻ വഴി എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഹോട്ടർ ബോഡിയിൽ നിന്ന് കോൾഡർ ബോഡിയിലോട്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്താണ്, നമ്മൾ തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി പ്രോസസ്സൊക്കെ എന്ത് ചെയ്തു, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതാണ് ഹീറ്റ് എന്നൊരു വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ മീൻസ് ഇറ്റ് ഈസ് എ ഡിറ്റർമിൻസ് ദ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ. ഹീറ്റ് ഫ്ലോയുടെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഹീറ്റ് എവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതൊരു ഡയറക്ഷനിലോട്ട് ഫ്ലോ ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം ഒരു ഹോട്ട്നെസ് അതിനുണ്ട്, എത്രത്തോളം ആ ഒരു ഹീറ്റ്, അല്ലെങ്കിൽ എത്രത്തോളം കൈനറ്റിക് എനർജി അക്യൂർ ചെയ്തിട്ടുണ്ട് എന്ന ആ ഒരു മീനിങ് ആണ് എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഈസ് കോൾഡ് ടെമ്പറേച്ചർ. അപ്പൊ അത് നമുക്ക് പറയാം, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് മീൻ കൈനറ്റിക് എനർജി ഓഫ് ദ റാൻഡം മോഷൻ ഓഫ് ദ മോളിക്യൂൾസ്. അപ്പൊ അതിനകത്തുള്ള ആറ്റത്തിന്റെയോ മോളിക്യൂൾസ്, ഇലക്ട്രോൺസിന്റെയോ മോളിക്യൂൾസിന്റെയോ, ഓക്കെ, ഇലക്ട്രോൺസിന്റെയോ മോളിക്യൂൾസിന്റെയോ ആ ഒരു മീൻ കൈനറ്റിക് എനർജിയുടെ ഇതാണ് എന്ത് പറയുന്നത്, മെയിൻ കൈനറ്റിക് എനർജിയുടെ ആ ഒരു മെഷർമെന്റ്, എത്രത്തോളം കൈനറ്റിക് എനർജി അക്യൂർ ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇതിപ്പോ ഒരു മെറ്റൽ പീസ് ആണ്, ഇത് ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ഒരു ഇലക്ട്രോൺ ഇവിടെ വെച്ചു, ഒരു ഇലക്ട്രോൺ ഇവിടെ കാണിക്കുവാണ്. ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യാം, ഹീറ്റ് കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റാൻഡം മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ എത്രത്തോളം അതിന്റെ കൈനറ്റിക് എനർജി, ഇതിനകത്ത് കൊളിഷൻ ഉണ്ടാവും, പരസ്പര കൊളിഷൻ ഉണ്ടാവും, കൊളൈഡ് ഉണ്ടാവും, അങ്ങനെ പല പ്രോസസ്സ് തന്നെ നടക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ്സ് എത്രത്തോളം അത് നടക്കുന്നു, ആ ഒരു മെഷർമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചർ. ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ സ്കെയിൽ, അതേപോലെ തന്നെ ഫാരൻഹീറ്റ് സ്കെയിൽ, ഇതിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചർ നമ്മൾ കാണിക്കുന്നത് മിക്കപ്പോഴും. അപ്പൊ ഈ ടെമ്പറേച്ചറിന് ശരിക്കും ഒരു അപ്പർ ലിമിറ്റ് ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു എക്സ്റ്റെന്റ് വരെ മാത്രമേ ടെമ്പറേച്ചർ വരാവൂ എന്നൊരു ലിമിറ്റ് ഇല്ല. ഓക്കെ, പക്ഷെ ഒരു ലോവർ ലിമിറ്റ് ഉണ്ട്.
ഒരു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ഈ ടെമ്പറേച്ചറിനെ നമുക്ക് ലോവർ ചെയ്ത് ഒരു സ്റ്റേറ്റിന് കഴിഞ്ഞ് കൊണ്ടുവരിക ചെയ്യാൻ പറ്റില്ല. ഒരു ലോവസ്റ്റ് ടെമ്പറേച്ചർ എന്താണ് 0 കെൽവിനാണ്. ഓക്കെ, ഒരു അപ്പർ ലിമിറ്റ് ഇല്ല, നമുക്ക് എത്രത്തോളം വേണേൽ എന്ത് ചെയ്യാം, ഹീറ്റ് ഈ ടെമ്പറേച്ചർ നമുക്ക് കൂട്ടാം. ടെമ്പറേച്ചർ എത്രത്തോളം വേണം നമുക്ക് കൂടാം. പക്ഷെ ലോവസ്റ്റ് സ്റ്റേറ്റിന്റെ ഒരു കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞ ഒരു ലിമിറ്റ് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ടെമ്പറേച്ചറിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അതിനെ പറയുന്ന പേര് നമ്മൾ 0 കെൽവിൻ എന്ന് പറയും. ഓക്കെ, ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് 0 കെൽവിൻ. അപ്പൊ അത് കെൽവിൻ സ്കെയിലാണ് നമ്മുടെ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കെൽവിൻ സ്കെയിൽ. നമ്മൾ അതിൽ സാധാരണ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ തിയറി പേപ്പറിൽ നമുക്കിപ്പോൾ പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മൾ ഡിഗ്രി സെൽഷ്യസ് കിടക്കുന്നതിനെ 273 കെൽവിൻ വെച്ച് ആഡ് ചെയ്തിട്ട് കെൽവിൻ സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സാധാരണ ഇപ്പോൾ 30°C റൂം ടെമ്പറേച്ചർ വന്നിരിക്കും, നമ്മൾ 273 ആഡ് ചെയ്ത് 3 കെൽവിനായിട്ട് 300 കെൽവിനായിട്ട് എന്ത് ചെയ്യും, മാറ്റും. ഓക്കെ, നമ്മൾ മിക്കപ്പോഴും ആ ഒരു SI യൂണിറ്റ് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സ്പെരിമെന്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം SI യൂണിറ്റ് ആണ് കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഏകദേശം ഒരു 37°C ആണ്. ഫാരൻഹീറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ 98.6°C ഫാരൻഹീറ്റ് ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബോഡി ടെമ്പറേച്ചർ ഒക്കെ മെഷർ യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഫാരൻഹീറ്റിലാണ് പറയുന്നത്. നമ്മൾ സാധാരണ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന തെർമോമീറ്റേഴ്സ് ഒക്കെ ഫാരൻഹീറ്റ് സ്കെയിലാണ് വരുന്നത്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഒക്കെ മെഷർ ചെയ്യുന്ന തെർമോമീറ്റേഴ്സ് ആണെങ്കിൽ ലാബിലൊക്കെ ലീസ് ഡിസ്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന തെർമോമീറ്റേഴ്സ് അത് നമുക്ക് ഡിഗ്രി സെൽഷ്യസിലായിരിക്കും വരുന്നത്. ഇപ്പം മിക്ക ലാബുകളിലും ഡിജിറ്റൽ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഏത് യൂണിറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനത്തെയാണ് ആ ടെമ്പറേച്ചറുമായി ബന്ധപ്പെടുന്ന മീനിങ് എന്ന് പറയുന്നത്. ഇതിപ്പോ ഒരു ബ്രീഫ് ഐഡിയ ആണ് തന്നെ, എന്താണ് ഹീറ്റ്, എന്താണ് ടെമ്പറേച്ചർ. ഇനി ശരിക്കും നമുക്ക് എന്താണ് കറക്റ്റ് ഒരു ഹീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഡിസോർഡേർഡ് ഇന്റേണൽ എനർജി വിച്ച് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ് ഡ്യൂ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്. അതായത് ഈ ഒരു ഹീറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡിസോർഡർ ആണ്. അതായത് എന്ത് ചെയ്യുക, റാൻഡം മോഷൻ. ഇപ്പോൾ ഒരു റെസ്റ്റിലിരിക്കുന്ന മോഷൻ, ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഒരു മെറ്റൽ പീസ്, ഈ ഇരിക്കുന്ന മെറ്റൽ പീസ് തന്നെ എന്ത് ചെയ്യുന്നു, റെസ്റ്റിലിരിക്കുകയാണ്. റെസ്റ്റിലിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മളിവിടെ ഹീറ്റ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഓക്കെ, ഹീറ്റ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല, ഇതൊന്നും കൊടുക്കുന്നില്ല, ഹീറ്റ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, വെറുതെ ഇരിക്കണം. അപ്പോൾ ഈ വെറുതെ ഇരിക്കുമ്പോൾ ഇതിന് എന്തുണ്ട്, കൈനറ്റിക് എനർജി ഉണ്ടോ, കാണത്തില്ല. ഓക്കെ, ഇലക്ട്രോൺസ് എല്ലാം ഒരു കോൺസ്റ്റന്റിലായിരിക്കും, ഒരു സാധാരണ മോഷനിലായിരിക്കും, ഒരുപാട് ഇതൊന്നും കാണത്തില്ല. എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു പാക്ഡ് സ്ട്രക്ചറിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഞാൻ ഈ ടെമ്പറേച്ചർ കൂട്ടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇവര് റാൻഡം മോഷൻ അങ്ങോട്ടേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു കൈനറ്റിക് അക്യൂർ ചെയ്ത് എന്ത് ചെയ്യും, ഇതിന്റെ ഇന്റേണൽ എനർജി എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. ഇന്റേണൽ എനർജി കൂടും. അപ്പൊ ആ ഒരു ഇന്റേണൽ എനർജിയുടെ ഡിസോർഡർനെസ് നമുക്ക് പറയാൻ പറ്റില്ല, എത്രത്തോളം കൂടുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ മോഷൻ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഡിസോർഡർനെസ് കൂടുന്ന കണ്ടീഷൻ നമുക്ക് എന്താ പറയാം, അവിടെ ഹീറ്റ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഹീറ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ആ ഒരു സമയത്ത് ഈ എനർജി ഈ സിസ്റ്റത്തിന് എന്ത് ചെയ്യും, സറൗണ്ടിങ്സിലോട്ട് പോകും. ഈ എനർജി ഇതിപ്പോ ഒരു കൈനറ്റിക് എനർജി ഇങ്ങനെ അക്യൂർ ചെയ്തു, അതെന്ത് ചെയ്യും, ആ എനർജി സറൗണ്ടിങ്ങിലോട്ട് പോകും. കാരണം സറൗണ്ടിങ് ടെമ്പറേച്ചർ എന്തായിരിക്കും, സറൗണ്ടിങ് ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പൊ ഈ ഒരു നമ്മളിപ്പോ ഇത് ചുറ്റും സറൗണ്ടിങ്, ഈ വൈറ്റ് സ്പേസ് ആണെങ്കിൽ മൊത്തം സറൗണ്ടിങ് എന്ന് വെക്കുക. അപ്പൊ ഈ സറൗണ്ടിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു റാൻഡം മോഷൻ കാരണം കിട്ടുന്ന എന്ത് ചെയ്യും, ഇങ്ങനെ റാൻഡം മോഷൻ എക്സിക്യൂട്ട് ചെയ്യും, ഇവിടെ ഒരു തെർമൽ എനർജി ജനറേറ്റ് ചെയ്യുന്നു. ഈ എനർജി എന്ത് ചെയ്യും, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഈ എനർജി പുറത്തോട്ട് പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റ് എന്ന കണ്ടീഷൻ നമുക്ക് അവിടെ തോന്നുന്നത്. ഓക്കെ, ആ ഒരു ചൂട് അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ആ ഒരു കോസ് ആണ്. ഹീറ്റ് ആണ് അവിടെ കാരണമാവുന്ന, ടെമ്പറേച്ചർ ആണ് അതിന്റെ എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ടെമ്പറേച്ചർ ഹീറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെ, ടെമ്പറേച്ചർ സ്കെയിലല്ലേ, ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റിനെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് കാരണം എന്ത് ചെയ്യുന്നു, നമുക്ക് ടെമ്പറേച്ചർ കിട്ടും. നമുക്ക് ആ റാൻഡംനെസ് കൂടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ അവിടെ റൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡിസോർഡർനെസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എന്ത് പറയാം, ഇന്റേണൽ എനർജിയിൽ ഉണ്ടാവുന്ന ആ ഒരു വേരിയേഷൻ, അതാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ടെമ്പറേച്ചർ ആയിട്ട് ആ ഒരു തെർമോമീറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഹീറ്റ് മീൻസ് നമുക്ക് പ്യൂർലി പറഞ്ഞ ഹീറ്റ് ഒരു എനർജിയാണ്. പക്ഷെ ടെമ്പറേച്ചറിനെ ഒരിക്കലും നമുക്ക് എനർജി സ്കെയിലിൽ പറയാൻ പറ്റില്ല. ഓക്കെ, ഹീറ്റ് മീൻസ് ഒരു എനർജിയാണ്, ആ ഒരു സിസ്റ്റത്തിന് ഉണ്ടാകുന്ന എക്സ്ട്രാ എനർജി അല്ലെങ്കിൽ ഒരു കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ്, അതെന്ത് പറയാം, ഹീറ്റ് എന്ന് പറയാം. പക്ഷെ നമുക്ക് ടെമ്പറേച്ചറിന് ഒരിക്കലും എനർജി എന്ന് പറയാൻ പറ്റില്ല. ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താണ്, ഈ ഹീറ്റിന്റെ അല്ലെങ്കിൽ ഹോട്ട്നെസിന്റെ ഒരു മെഷർമെന്റ് ആണ് എന്ത്, ഇറ്റ് ഈസ് കോൾഡ് ടെമ്പറേച്ചർ. എത്രത്തോളം ഹീറ്റ് വരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ഇതാണ് ഇറ്റ് ഈസ് കോൾഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഹീറ്റിന്റെ യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹീറ്റിന്റെ യൂണിറ്റ് നമുക്ക് വരുന്നത് കലോറിയാണ്. ഓക്കെ, കലോറി സീരിയസ് യൂണിറ്റ് ആണ് പറഞ്ഞത്, കലോറി എന്ന് പറയുന്നത് ഹീറ്റിന്റെ. അപ്പോൾ 1 കലോറി ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ടു 1°C. SI യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ജൂൾ ആയിരിക്കും. നമ്മളെ സാധാരണ എനർജിയുടെ യൂണിറ്റ് ഉണ്ടല്ലോ, എനർജിയുടെ യൂണിറ്റ് എന്താണ്, ജൂൾ അല്ലേ. എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്. അപ്പൊ എനർജിയുടെ യൂണിറ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് SI യൂണിറ്റിൽ ഹീറ്റിന് വരുന്നത്. ഹീറ്റിനും
ജൂൾ തന്നെയാണ് SI യൂണിറ്റിലെ എനർജി. ശരിക്കും എന്താണ് ഹീറ്റ് എന്ന് വെച്ചാൽ ഒരു എനർജി തന്നെയാണ്. അതുകൊണ്ടാണ് രണ്ടിനും സെയിം യൂണിറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡയമെൻഷണൽ ഫോർമുല യൂസ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയാലും രണ്ടും എന്ത് കിട്ടും, സിമിലർ ഡയമെൻഷൻ തന്നെ കിട്ടും. അപ്പോൾ CGS പറഞ്ഞാണ്, CGS പറയുന്ന സമയത്ത് എന്താണ് 1 കലോറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ amount of heat required to rise the temperature of 1 gram of water. 1 gram എന്ന് പറയാൻ കാരണം അത് നമ്മളിപ്പോൾ എടുക്കുന്ന CGS യൂണിറ്റിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് 1 gram എന്ന് പറഞ്ഞത്. 1 gram of water through 1 degree Celsius. ഓക്കെ, 1 degree Celsius. ഇവിടെ നമ്മളിപ്പോ ഇത് SI യൂണിറ്റ് ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1 ജൂൾ എന്ന് വെച്ചാൽ എന്താണ്, that is 1 joule of heat is the amount of heat energy required to rise the 1 kilogram of water. Okay, 1 kilogram of water to എത്രയാണ് 1 degree Celsius. അപ്പോൾ ഇത്രയും എടുക്കുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് എന്ത് പറയുന്നത്, 1 ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 degree Celsius മീൻസ് 0 എന്ന് 1 degree Celsius എന്നല്ല. ഫോർ എക്സാമ്പിൾ എന്ത് പറയാം, വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു 14 degree Celsius ഇരിക്കുന്ന വാട്ടറിന് എന്ത് ചെയ്യാം, 4 degree Celsius ഇരിക്കുന്നതിന് നമുക്ക് 50 degree Celsius മാറ്റുക, ഇങ്ങനെ ഉള്ളൂ. ഓക്കെ, 0 degree Celsius ഇരിക്കുന്നതിന് 1 degree മാറ്റുക എന്നല്ല, എത്രയാണ് ഇരിക്കുന്നത് അതിന് എന്ത് ചെയ്യുക, ഒന്ന് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 100 degree Celsius വാട്ടർ ആണെങ്കിൽ എന്ത് ചെയ്യുക, 101 മാറ്റുക. ഓക്കെ, അപ്പോൾ ആ ഒരു മീനിങ് അവിടെ വരുന്നുള്ളൂ. ഇതാണ് ഹീറ്റും അതേപോലെ ടെമ്പറേച്ചറും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് ആണ് അവിടുത്തെ കോസ്, ടെമ്പറേച്ചർ ആണ് എന്ത് ചെയ്യുന്നത്, എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇതാണ് ഒരു തെർമോഡൈനാമിക്സ് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഐഡിയ. ഇതിൽ അടുത്ത് നിങ്ങൾ അറിയേണ്ട ടേം ആണ് ഇന്റേണൽ എനർജി എന്ന് പറയും. ഓക്കെ, ഇന്റേണൽ എനർജി നമുക്കറിയാലോ, ഒരു മെറ്റീരിയൽ മീൻസ് എന്താണ്, ആ ഒരു പ്രോഡക്റ്റ് വെച്ചാൽ നമുക്ക് അവിടെ ആറ്റത്തിന് ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു സോളിഡ് ഒബ്ജക്റ്റ് അല്ല എന്താണ്, ഇറ്റ് കണക്ട് മോളിക്യൂൾസ് ഓഫ് ആറ്റംസ്. ഓക്കെ, ഒരു മോളിക്യൂൾസ് കാണാം, അതുപോലെ തന്നെ ആറ്റംസും കാണാം. ഇതിനകത്തുള്ള ഈ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ദേ ആർ ഇൻ മോഷൻ. ഒന്നുകിൽ ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവും, റൊട്ടേഷൻ മോഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ വൈബ്രേഷൻ മോഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു ഒബ്ജക്റ്റ് ശരിക്കും റെസ്റ്റിൽ ഇരിക്കുന്നത് പറഞ്ഞാലും, ഒരു സോളിഡ് ഒബ്ജക്റ്റ് ഇപ്പോൾ ഒരു അയൺ ബ്ലോക്കിന്റെ ഒരു ടേബിളിന്റെ പുറത്ത് റെസ്റ്റ് ഇരിക്കുകയാണ്. ശരിക്കും നമ്മൾ കാണുന്ന സമയത്ത് അത് റെസ്റ്റിലാണ്, പക്ഷെ ഇതിനകത്ത് എന്ത് നടക്കുന്നുണ്ട്, ഇന്റേണലി അവിടെ ഇലക്ട്രോണിന്റെ സ്പിന്നും ബാക്കി എല്ലാ മോഷനും ഇതിനകത്ത് എന്ത് ചെയ്യുക നടക്കുകയാണ്. ഓക്കെ, മൈക്രോസ്കോപ്പിക് ലെവൽ അല്ലെങ്കിൽ ഒരു അറ്റോമിക്സ് ലെവലിൽ ശരിക്കും എന്ത് ചെയ്യുന്നു, അവർ ഒരു മോഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ ഒരു യൂണിവേഴ്സിൽ റെസ്റ്റ് എന്നൊരു കണ്ടീഷൻ ശരിക്കും ഇല്ല. നമ്മൾ എത്രത്തോളം റെസ്റ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാലും അതിനകത്ത് എന്തുണ്ട്, ഈ ആറ്റത്തിന്റെയൊക്കെ മോഷൻസ് അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ 100% റെസ്റ്റിംഗ് എന്നൊരു കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ മോഷൻ ഉണ്ടാവും, ഒന്നുകിൽ ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ റൊട്ടേഷൻ മോഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ വൈബ്രേഷൻ മോഷൻ ഉണ്ടാവും. ഒന്നുകിൽ ഇതിനകത്തുള്ള ആറ്റംസോ, അല്ലെങ്കിൽ ആറ്റംസ് ആണെങ്കിൽ ഇലക്ട്രോൺസ് കാരണം, മോളിക്യൂൾസ് ആണെങ്കിൽ ആറ്റംസ് കാരണം അതിനകത്ത് എന്ത് ചെയ്യുന്നു, ഒരു എപ്പോഴും ഒരു മോഷൻ അല്ലെങ്കിൽ റാൻഡംനെസ് എല്ലാ സിസ്റ്റത്തിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ ഒരു റാൻഡംനെസ് കുറയ്ക്കുക മീൻസ് നമ്മൾ എന്ത് ചെയ്യും, കോൾഡിങ് റീജിയനിലോട്ട് കൊണ്ടുവന്ന റാൻഡംനെസ് കുറയും. കുറച്ചുകൂടി എന്ത് ചെയ്യും, ഇതിന്റെ ആറ്റത്തിന്റെ കൈനറ്റിക് എനർജി കുറഞ്ഞിട്ട് കുറച്ച് റെസ്റ്റിംഗ് പൊസിഷനിലോട്ട് വരും. അപ്പോൾ അതാണ് ഈ കോൾഡ്നെസ് എന്ന് പറയുന്നത്, നമ്മൾ ഹീറ്റിൽ നിന്ന് തിരിച്ചുകൊണ്ട് വരുന്ന സമയത്ത്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ല ഇതിനകത്ത് ഇത്രയും മോഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് എനർജി അല്ലേ, ഇന്റേണൽ എനർജി. ഇതിനകത്ത് ഞാൻ പറഞ്ഞതാണ് എന്ത് ചെയ്യുന്നു, അതിനകത്ത് മോളിക്യൂൾസ് ദേ ആർ ഇൻ മോഷൻ, ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്, നമുക്ക് T എന്ന് റെപ്രസെന്റ് ചെയ്യാം, റൊട്ടേഷൻ മോഷൻ ഉണ്ട് R എന്ന് റെപ്രസെന്റ് ചെയ്യാം, ആൻഡ് വൈബ്രേഷൻ മോഷൻ ഉണ്ട് B എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരു കേസിൽ ഇതൊക്കെ പഠിക്കുന്നുണ്ട്. ഇനി അടുത്ത് നിങ്ങൾ ഫിസിക്സിലോട്ടൊക്കെ പോകുന്ന സമയത്ത് കെമിസ്ട്രിയിലായാലും ഫിസിക്സിലായാലും നിങ്ങൾ പഠിക്കുന്ന ഇതാണ്. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ലേഷൻ മോഷനും റൊട്ടേഷൻ മോഷനെ കുറിച്ചാണ് സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിസ് ഒക്കെ പഠിക്കുന്നത്. സ്പെക്ട്രോസ്കോപ്പി എന്ന് വെച്ചാൽ നമുക്ക് ആറ്റത്തിന്റെ മോളിക്യൂൾസിനെ കുറിച്ചിട്ട് സ്റ്റഡീസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. NMR സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, അതുപോലെ ESF സ്പെക്ട്രോസ്കോപ്പി, പല സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അവിടെ ഇതിന്റെ വൈബ്രേഷൻ ലെവൽസ് എന്താണ്, റൊട്ടേഷൻ ലെവൽസ് എന്താണ്, ട്രാൻസ്ലേഷൻ ലെവൽസ് എന്താണ്, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞിരിക്കുക, ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്, റൊട്ടേഷൻ മോഷൻ ഉണ്ട്, വൈബ്രേഷൻ മോഷൻ ഉണ്ട്, ഇത്രയും കാര്യം എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കാം. അപ്പൊ ഇതിനകത്ത് ഈ മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യും, ഈ ഒരു മൂവ്മെന്റ് കാരണം കൈനറ്റിക് എനർജി കിട്ടും, കൈനറ്റിക് എനർജി ഈ മോഷൻ കാരണം. അതുപോലെ തന്നെ ഈ മോളിക്യൂൾസ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, ഒരു പരസ്പരം ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. കാരണം അറിയില്ല, ആറ്റംസ് പരസ്പരം എന്ത് ചെയ്യാം, ഇലക്ട്രോൺസും പ്രോട്ടോൺസും തമ്മിലും, അതുപോലെ തൊട്ടടുത്ത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അയോൺസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആ മോളിക്യൂൾസ് തമ്മിൽ. പിന്നെ ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം വരാം, കോവാലന്റ് ബോണ്ടിങ് കാരണം വരാം. ഇവരൊക്കെ കാരണം എന്ത് ചെയ്യുന്നു, അവിടെ നമുക്ക് ഇന്റർ അറ്റോമിക് മോളിക്കുലർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം, ഇന്റർ മോളിക്കുലർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് എനർജി കൂടി കാണും, ദാറ്റ് ഈസ് there will be definitely a potential energy. ഓക്കെ, അപ്പോൾ ആ ഒരു മോളിക്യൂൾസിന്റെയോ ആറ്റത്തിന്റെയോ മോഷൻ കാരണം ഒരു കൈനറ്റിക് എനർജി ഉണ്ട്, അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം അവിടെ ഒരു
പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണ് എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ദ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി. കെ ഇ പ്ലസ് പി ആണ് എന്ത്? ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യുക മീൻസ് എന്ത് ചെയ്യുക? ഒന്നുകിൽ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ സാധാരണ യു എന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇന്റേണൽ എനർജി റെപ്രസെന്റ് ചെയ്യുന്നത്. നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ ഇനി ഇവിടെ പല സ്ഥലത്തും ഈ യു യൂസ് ചെയ്യും. ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഇന്റേണൽ എനർജി ഓഫ് സിസ്റ്റം എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ ദ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് ദിസ് ആൻഡ് എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇന്റേണൽ എനർജി ഇത്രയാണെങ്കിൽ പിന്നെ നമുക്ക് ബാക്കി ഡെറിവേഷൻസ് ചെയ്യാം. അങ്ങനെയൊക്കെ എന്ത് ചെയ്യും? ഒരുപാട് കണ്ടീഷൻസ് വരും. ഇന്റേണൽ എനർജി നമുക്ക് മിക്കപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ്. ഇനി എൻട്രോപ്പി പഠിക്കുന്ന സമയത്തും നമ്മളോട് ഈ ഒരു ഇന്റേണൽ എനർജി എന്ന ടേം എന്ത് ചെയ്യും? യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക എന്താണ് ഇന്റേണൽ എനർജി എന്നതിനെ കുറിച്ച് നോക്കുക. ദെൻ ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി മെഷർ ചെയ്യുന്ന എന്തല്ല കറക്റ്റ് ഒരു പോസിബിൾ കാര്യമല്ല, കറക്റ്റ് ഒരു ആക്യുറേറ്റ് രീതിയിൽ ശരിക്കും നമുക്ക് അവിടെ ഒരു ഇന്റേണൽ എനർജി റെപ്രസെന്റ് ചെയ്യുന്ന എന്തല്ല കറക്റ്റ് ആയിട്ട് ഒരു പറ്റുന്ന ഒരു പ്രോസസ് അല്ല. കാരണം ഇതിന്റെ ഈ റാൻഡംനെസ്സും റൊട്ടേഷൻ ലെവൽസും ഇതൊക്കെ എത്രത്തോളം ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഡെഫിനിറ്റ് മെഷർമെന്റ് കിട്ടത്തില്ല. മിക്കപ്പോഴും നമുക്ക് ഇതിന്റെ ഒരു ചേഞ്ച് ഇന്റേണൽ എനർജി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നമുക്ക് ഇവിടെ കിട്ടാൻ പറ്റും. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്റേണൽ എനർജി ഇപ്പോൾ 10 ഉണ്ട്, തൊട്ട് അടുത്ത ഇതിലോട്ട് പോയ സമയത്ത് നമുക്ക് ഒരു 12 ഉണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ഇന്റേണൽ എനർജി എന്ന് പറയാം 2 ആണെന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഒരു ചേഞ്ച് ഇന്റേണൽ എനർജി മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ മിക്കപ്പോഴും കിട്ടത്തുള്ളൂ. അതായത് കറക്റ്റ് ആയിട്ട് ആ ഒരു സിസ്റ്റത്തിന് ഇപ്പൊ നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കാറിന്റെ മോഷൻ വെച്ചിട്ട് ഞാൻ പറയുന്നത് കാറിന്റെ കൈനറ്റിക് എനർജി വെലോസിറ്റി ഇത്രയാണ്, വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? അതിന്റെ കൈനറ്റിക് എനർജി മെഷർ ചെയ്യാൻ പറ്റും. ആ ഒരു മെഷർമെന്റ് എടുക്കുന്ന പോലെ ഇതിനകത്തുള്ള ഓരോ പ്രോപ്പർട്ടി ഇപ്പോൾ ഒരു സിസ്റ്റം എടുത്തു വെച്ചു. ഫോർ എക്സാമ്പിൾ ഈ ഒരു ബ്ലോക്ക്, ഈ ഒരു അയൺ ബ്ലോക്ക് എടുത്തു വെച്ചു. അപ്പൊ ഇതിനകത്തുള്ള ഓരോ മോളിക്യൂളിന്റെയും റൊട്ടേഷൻ വൈബ്രേഷൻ ഓരോ എനർജി സ്റ്റേറ്റ് നോക്കി, അതിന്റെ ഇന്റർ മോളിക്കുലർ ഫോഴ്സസ് നോക്കി, അപ്പൊ ഇതിന് ഇത്ര എനർജി ഉണ്ട്, ഇത്രത്തോളം ജൂൾ ഓഫ് എനർജി ആണ് ഇന്റേണൽ എനർജി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങനെ ഡെഫിനറ്റ് മെഷർമെന്റ് എനിക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം ഇൻ എ പാർട്ടിക്കുലർ സ്റ്റേറ്റ്. കാരണം അറിയാലോ ടെമ്പറേച്ചറിന്റെ ഒക്കെ വേരിയേഷൻ വരുമ്പോൾ, ടെമ്പറേച്ചറോ അങ്ങനെ എന്തെങ്കിലും ഹീറ്റ് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് ഓൺ ദി സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യും? ഇന്റേണൽ എനർജി മാറും. ഓക്കെ, ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് ഞാൻ ഇപ്പോൾ ഒരു 10 മണിയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എക്സ്പെരിമെന്റ് നോക്കുവാണ്, ഇനി ഇന്റേണൽ എനർജിയെ നോക്കി. അപ്പോൾ ഒരു 10:01 സമയത്ത് എന്ത് സംഭവിക്കും? ഒരു ചെറിയൊരു വേരിയേഷൻ, ടെമ്പറേച്ചർ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ഈ ഇന്റേണൽ എനർജി മാറും. അപ്പോൾ ഇന്റേണൽ എനർജി നമുക്ക് ഒരിക്കലും ഒരു മെഷേർഡ് വാല്യൂ ആയിട്ട്, അല്ലെങ്കിൽ ഇത്രത്തോളം വാല്യൂ വരും എന്ന രീതിയിൽ ഒരു ആക്യുറേറ്റ് വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് സാധാരണ നമ്മൾ മിക്കപ്പോഴും ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് ആണ് നോക്കുന്നത്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയും. ഓക്കെ, അപ്പൊ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ ഡി യു എന്നോ അല്ലെങ്കിൽ ഡെൽറ്റ യു എന്നോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഡി യു എന്നോ അല്ലെങ്കിൽ ഡെൽറ്റ യു എന്നോ റെപ്രസെന്റ് ചെയ്യും. അത് കാണിക്കുന്ന വേറൊന്നുമല്ല, എന്താണ്? ആ ഒരു ചേഞ്ച് ആണ്. അപ്പൊ ചേഞ്ച് എടുക്കാൻ കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന്റെ മെഷർമെന്റ് എടുക്കാൻ പറ്റും. കാരണം ചെറിയൊരു ഫാക്ടർ മാറിയാൽ തന്നെ ഇന്റേണൽ എനർജി ടോട്ടലി മാറും. കാരണം ഇത്രയും പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് പെട്ടെന്ന് മാറുന്നത്. നമുക്ക് എന്ത് പറയാം? ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനിഷ്യൽ ആൻഡ് ദ ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റിന് എന്ത് ചെയ്യുന്നില്ല? അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഡെൽറ്റ യു അല്ലെങ്കിൽ ഡി യു എന്ന് എന്ത് ചെയ്യാം? അതിനെ റെപ്രസെന്റ് ചെയ്യുക. ഇതില് നമ്മളിപ്പോൾ ഒരു സോളിഡ് ഒബ്ജക്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മെറ്റീരിയൽസിന് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് കൺസിഡർ ചെയ്യാമല്ലോ. അപ്പോൾ ഒരു സോളിഡ് മെറ്റീരിയൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ബോത്ത് പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജി മാത്രമാണ്. ഓക്കെ, അതായത് ഇന്റേണൽ എനർജി സോളിഡ് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതേപോലെ തന്നെ കൈനറ്റിക് എനർജി ഉണ്ട്. കാരണം ഈ ഒരു മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, പരസ്പരം എന്ത് ചെയ്യുന്നു? ബോണ്ടിങ് കാരണം ഒക്കെ ഇവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഇങ്ങനെ വരാം. അപ്പൊ അതുകൊണ്ട് അത് കാരണം ഒരു പിയും വരുന്നുണ്ട്, അല്ലെങ്കിൽ റാൻഡം മോഷൻ കാരണം ഒരു കൈനറ്റിക് എനർജിയും വരുന്നുണ്ട്, കൈനറ്റിക് കെയും വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ഗ്യാസ് മോളിക്യൂൾസ് ആണെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് ശരിക്കും ടൈറ്റ്ലി പാക്ഡ് ഒന്നുമല്ല. ഗ്യാസ് മോളിക്യൂൾസ് എപ്പോഴും ഇങ്ങനെ റാൻഡം മോഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ റാൻഡം ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ഇവർ തമ്മിൽ ശരിക്കും ഇന്റർ മോളിക്കുലർ ഫോഴ്സ് എന്താണ്? വെരി വീക്ക് ആണ്. ഈ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ ഇന്റർ മോളിക്കുലർ ഫോഴ്സസ് വെരി വീക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്റർ മോളിക്കുലർ ഫോഴ്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ അതിനൊരു സിഗ്നിഫിക്കൻസ് അത്രയും വരത്തില്ല. ഓക്കെ, ഗ്യാസിൽ കോമൺലി അവിടെ നമുക്ക് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? വരുന്നുള്ളൂ. ഓക്കെ, ഇതൊരു ഗ്യാസ് മോളിക്യൂൾസ് ആണ് വെച്ചോളൂ, ഇത് ഗ്യാസ് മോളിക്യൂൾസ് ആണ്, ഇത് നമ്മുടെ ഒരു സോളിഡ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ സോളിഡ് ഒബ്ജക്റ്റ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി എടുക്കാൻ പറ്റും. പക്ഷേ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് മാത്രമേ കിട്ടത്തുള്ളൂ? കൈനറ്റിക് എനർജി മാത്രമേ നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, അവിടെ പിന്നെ ഇന്റേണൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്ന വേറെ ഫാക്ടേഴ്സ് ഉണ്ട്. ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, മാസ്, ഇതെല്ലാം എന്ത് ചെയ്യാം? ഇന്റേണൽ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ,
ഈ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇത്രയും മാത്രമല്ല, ശരിക്കും ഈ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്, ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം. ദെൻ ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി, അപ്പൊ ഞാൻ പലപ്പോഴും ഈ സിസ്റ്റം എന്നൊരു ടേം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സിസ്റ്റം എന്താണെന്ന് നമുക്ക് അടുത്തൊരു ടേംസ് പറഞ്ഞുതരാം. തെർമോഡൈനാമിക് സിസ്റ്റം നമ്മൾ സാധാരണ എല്ലാത്തിലും പറയുന്ന സിസ്റ്റം അല്ലെങ്കിൽ നമുക്ക് തെർമോഡൈനാമിക്സ് പ്രത്യേകിച്ച് നമ്മൾ സിസ്റ്റം എന്നൊരു കൺസെപ്റ്റോടെ എടുക്കുന്നത് തെർമോഡൈനാമിക് സിസ്റ്റം. അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ സ്റ്റഡി ചെയ്യോ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്സർവ് ചെയ്യുന്ന അതിനെ പറയുന്ന സിസ്റ്റം. ഓക്കെ, ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ടെസ്റ്റ് ട്യൂബിൽ ഒരു ബീക്കറിൽ ഞാൻ കുറച്ച് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ആ വാട്ടർ എന്റെ ഒബ്സർവേഷൻ അണ്ടറിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു വാട്ടറിനെ പറയുന്നത് എന്ത്? സിസ്റ്റം. ആ വാട്ടറിനെ ബീക്കറിന് ഉൾപ്പെടെ പറയുന്നതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ പുറമേ വരുന്ന ബാക്കിയെല്ലാം അതിന്റെ സറൗണ്ടിങ് ആണ്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ടോപ്പിക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ ഇപ്പൊ എപ്പോഴും ഒരു സിസ്റ്റം എന്ന ടേം യൂസ് ചെയ്തുകൊണ്ട് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. ഒന്നുകിൽ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യുക. ആ ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ആ ഒരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഇന്റേണൽ എനർജി മാറ്റാൻ പറ്റും. അതായത് ഇപ്പോൾ ഇതിൽ ഞാനൊരു വർക്ക് ചെയ്യാൻ മീൻസ് ഇവിടെ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ഒന്ന് മൂവ് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഒന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യും, ഇതിലോട്ടൊരു വർക്ക് ചെയ്യുവാണ്. അപ്പൊ ആ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇന്റേണൽ എനർജി നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. മറ്റൊരു വേ ആണ് ട്രാൻസ്ഫർ ദ ഹീറ്റ്. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അവിടെ ഇന്റേണൽ എനർജി എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഇൻക്രീസ് ചെയ്യാൻ, ചേഞ്ച് ചെയ്യാൻ, ഇൻക്രീസ് എന്നല്ല ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചേഞ്ച് ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്നാണ് ബൈ ഡൂയിങ് എ വർക്ക്. ഒന്നുകിൽ എന്ത് ചെയ്യുക, അവിടെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഒരു ഇൻക്രീസിങ് ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്തോ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടോ ഇവിടുത്തെ ഇന്റേണൽ എനർജി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ്. നമ്മൾ അതിനെ പോസിറ്റീവ് എന്നായിരിക്കും എടുക്കുന്നത്. ഇന്റേണൽ എനർജി ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ അതിന് എന്തായിരിക്കും എടുക്കുന്നത്, ഇറ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഓക്കെ, ഇങ്ങനെയാണ് പോസിറ്റീവും നെഗറ്റീവും. ഇന്റേണൽ എനർജിക്ക് പോസിറ്റീവ് വാല്യൂ വരാം, നെഗറ്റീവ് വാല്യൂ വരാം. അപ്പൊ നമ്മൾ അങ്ങോട്ടൊരു വർക്ക് ചെയ്തോ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തോ അതിന്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് പറയും, ഇറ്റ് ഈസ് കോൾഡ് ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി. അത് നമ്മൾ പോസിറ്റീവ് എന്നായിരിക്കും എടുക്കുന്നത്. ഇല്ലെങ്കിൽ എന്തെടുക്കും, അത് നമ്മൾ നെഗറ്റീവ് എന്നായിരിക്കും എടുക്കുന്നത്. ഓക്കെ, എന്ത് ചെയ്യുന്നു, ഇന്റേണൽ എനർജി ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് രണ്ട് കണ്ടീഷൻ പറഞ്ഞല്ലോ. ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് കണ്ടീഷൻ പറഞ്ഞു. ഒന്നാണ് എന്ത്, ബൈ ഡൂയിങ് എ വർക്ക്, ഓർ വി ക്യാൻ ഡു എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇതിന്റെ ഇന്റേണൽ എനർജി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു തെർമോഡൈനാമിക്സ് പറയുന്ന സമയത്ത് ഇന്റേണൽ എനർജിക്ക് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്റേണൽ എനർജിയാണ് ആ സിസ്റ്റത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അടുത്തൊരു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കും, dq is equal to du plus dw എന്ന് പറഞ്ഞിട്ട്. അവിടെ ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന du എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എടുത്തിട്ട് ഇന്റേണൽ എനർജിയാണ്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ക്ലിയർ ആയിട്ട് നോക്കാം, എന്താണ് ആ ഒരു ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ ഇന്റേണൽ എനർജി വരെ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനി അടുത്ത് നോക്കേണ്ട ടോപ്പിക്കാണ് തെർമോഡൈനാമിക് സിസ്റ്റം. ഓക്കെ, നേരത്തെ പറഞ്ഞ ഒരു സിസ്റ്റം എന്ന ടേം ഇവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് തെർമോഡൈനാമിക് സിസ്റ്റം? തെർമോഡൈനാമിക് സിസ്റ്റം, നമ്മൾ ഈ തെർമോഡൈനാമിക് സിസ്റ്റം ഇതോട്ടാണ് നമ്മൾ ശരിക്കും ഈ ഒരു തെർമോഡൈനാമിക്സ് എന്ന ടോപ്പിക്ക് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. ചില ടെക്സ്റ്റുകളിൽ ആദ്യം ഇൻട്രൊഡക്ഷൻ തെർമോഡൈനാമിക് സിസ്റ്റം എന്തെന്ന് പറയും. നമ്മൾ പ്ലസ് ടുവിലും ആദ്യം നമ്മൾ തെർമോഡൈനാമിക് സിസ്റ്റം എന്തെന്ന് പറഞ്ഞിട്ടാണ് ബാക്കി ഇങ്ങോട്ട് വരുന്നത്. ശരിക്കും ആ ഒരു സിസ്റ്റം മീൻസ് നമ്മൾ എന്താണോ ഒബ്സർവേഷൻ വെച്ചിട്ടുള്ളത്, നമ്മുടെ ഒബ്സർവേഷനിലോ അണ്ടർ ദ സ്റ്റഡിയിലോ ഇരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റ് നമ്മൾ എന്ത് പറയുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇതിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ എനിക്കൊരു ലാർജ് ഏരിയ, ഇത്രയും ഏരിയ എൻ്റെ കയ്യിലുള്ള ഒരു ഒബ്സർവേഷൻ ഇരിക്കുന്ന ഏരിയ ആണ്. അപ്പൊ എനിക്ക് ഇത്രയും ഏരിയയെ കുറിച്ച് എന്ത് ചെയ്യേണ്ട, സ്റ്റഡി ചെയ്യേണ്ട. എനിക്ക് ഈ ഒരു ഏരിയയിൽ ഈ ഒരു സെക്ഷനെ കുറിച്ച് മാത്രം സ്റ്റഡി ചെയ്യണം, ഇത്രയും പോർഷൻ മാത്രം. അപ്പൊ ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് സിസ്റ്റം. ഓക്കെ, ഈ എൻ്റെ ഒബ്സർവേഷൻ ഇരിക്കുന്ന ഈ ഒരു റീജൻ, ഈ ഒരു സ്ക്വയറിനകത്ത് ഇരിക്കുന്ന ഈ ഒരു റീജന് മാത്രം ഞാൻ എന്ത് പറയും, ഇറ്റ് ഈസ് കോൾഡ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, സിസ്റ്റം. To study branch of physics, a restricted region or space, a definite part of a matter is separated from its surrounding. It is called a system. Okay, അപ്പോൾ അതിന്റെ സിസ്റ്റത്തിനെ സറൗണ്ടിങ്, ഇതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന്റെ പുറമേയുള്ള ഭാഗം ഞാൻ എന്ത് പറയും, സറൗണ്ടിങ് എന്ന് പറയും. ഓക്കെ, സറൗണ്ടിങ്. അപ്പോൾ ഞാൻ ഒരു സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും കൂടി സെപ്പറേറ്റ് ചെയ്യാം. ഒന്നുകിൽ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഒരു ബൗണ്ടറി കൺസിഡർ ചെയ്യാം. ഒന്നുകിൽ റിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, ഇമാജിനറി ബൗണ്ടറി ആയിരിക്കാം.
ഓക്കെ, ഒന്നിൽ ബൗണ്ടറി ഉള്ളതായിരിക്കാം, ഇല്ലെങ്കിൽ ഇമാജിനറി ബൗണ്ടറി ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടേബിളിൽ ഒരു ബീക്കറിൽ കുറച്ച് വാട്ടർ എടുത്ത് വെച്ചു. അപ്പോൾ ആ ബീക്കറാണ് ശരിക്കും എന്ത് അതിന്റെ ആ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ഇമാജിനറി ബൗണ്ടറി അല്ല, അവിടെ നമുക്ക് ശരിക്കും ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബീക്കറാണ് ആ സിസ്റ്റത്തിനെ സറൗണ്ടിങ്ങിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും ഈ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ഫോക്കസിൽ ഇരിക്കുന്നതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു സിസ്റ്റത്തിനെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്റ്റഡി ചെയ്താൽ മതി. ബാക്കി അതിന്റെ പുറമെ നടക്കുന്ന എല്ലാം അതിന്റെ എക്സ്റ്റേണൽ വർക്കുകളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു, അപ്പോൾ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ സറൗണ്ടിങ്ങിലോട്ട് എന്ത് ചെയ്തു, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയും. ഓക്കെ, അപ്പോൾ സിസ്റ്റത്തിന്റെ പുറമെ വരുന്ന എല്ലാം നമ്മൾ എന്ത് പറയുന്നു, ഇറ്റ് ഈസ് കോൾഡ് സറൗണ്ടിങ്. സിസ്റ്റത്തിന്റെ പുറമെ വരുന്ന എല്ലാത്തിനെയും പറയുന്ന പേരാണ് സറൗണ്ടിങ്. അപ്പൊ ഈ ഒരു രണ്ട് ടേംസ്, സിസ്റ്റം സറൗണ്ടിങ്, ഇത് ശരിക്കും യൂസ് ചെയ്യുന്നത് തെർമോഡൈനാമിക്സ് കോർഡിനേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, തെർമോഡൈനാമിക്സ് കോർഡിനേറ്റ്. ഈ ഒരു കോർഡിനേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇന്റേണൽ എനർജി, അതേപോലെ തന്നെ പ്രഷർ, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ, ഇന്റേണൽ എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സിസ്റ്റം സറൗണ്ട് ചെയ്യുന്ന കോർഡിനേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇനി ഒരു ഗ്യാസ് മോളിക്യൂൾസ് ആണെങ്കിൽ അതിന്റെ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ഇതൊക്കെ ആയിരിക്കും എന്ത് പറയുന്നത്, അതിന്റെ കോർഡിനേറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നോക്കുക, സിസ്റ്റം എന്താണ്, സറൗണ്ടിങ് എന്താണ്. അപ്പോൾ വാട്ട് ആർ സിസ്റ്റം സറൗണ്ടിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡെഫിനിഷൻ തന്നെ എഴുതണം. ഈ ഒരു തെർമോഡൈനാമിക്സ് ബന്ധപ്പെട്ട് വരുന്ന എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ ഇത് നമ്മൾ പറയുന്ന പേരാണ് quantities which are used to specify the state of a system are called thermodynamics coordinate. Okay, സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ്സിനെ പറയുന്നതാണ് എന്ത്, ഇസ് കോൾഡ് തെർമോഡൈനാമിക്സ് കോർഡിനേറ്റ്. ആൻഡ് ഈ കോർഡിനേറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇന്ത്യൻ എനർജി ഓഫ് ഈ സിസ്റ്റം, ഒരു സിസ്റ്റത്തിന്റെ ഇന്ത്യൻ എനർജി. അപ്പോൾ കോർഡിനേറ്റ് മീൻസ് നമ്മൾ പെട്ടെന്ന് കോർഡിനേറ്റ് നോക്കുന്ന സമയത്ത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് ഓർമ്മ വരുന്നത് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത്. ശരിക്കും അത് എന്താണ്, അത് പൊസിഷനെ ഡിറ്റർമിൻ ചെയ്യുന്ന കോർഡിനേറ്റ് ആണ്. ഓക്കെ, പൊസിഷൻ, ഒരു മെറ്റീരിയലിന്റെ പൊസിഷൻ, ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ 3 ഡയമെൻഷണൽ ഫിഗർ ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് ശരിക്കും എന്താണ്, ഇവിടെ നമുക്ക് അതല്ല, ഇവിടെ നമുക്ക് അതിന്റെ ഇന്ത്യൻ എനർജി, അതുപോലത്തെ പാരാമീറ്റേഴ്സ്, ഇന്ത്യൻ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ് ആണ് നമ്മൾ പറയുന്നത് തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് എന്ന് പറയും. അപ്പോൾ അതൊരു ഗ്യാസസിന്റെ കേസിലാണെങ്കിൽ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇതൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അത് നമുക്ക് കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. Then a system which can be described by using thermodynamic coordinate is called a thermodynamic system. അപ്പോൾ എന്താണ് തെർമോഡൈനാമിക് സിസ്റ്റം? സിസ്റ്റം മീൻസ് നമ്മുടെ ഒബ്സർവേഷൻ ഇരിക്കുന്ന ഒരു ഒബ്ജക്ട് നമുക്ക് സിസ്റ്റം എന്ന് പറയാം. ഇനി അത് തെർമോഡൈനാമിക് സിസ്റ്റം ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ തെർമോഡൈനാമിക് സിസ്റ്റം ആവണമെങ്കിൽ അത് നമുക്ക് തെർമോഡൈനാമിക്സ് കോർഡിനേറ്റ് വെച്ച് എന്ത് ചെയ്യാൻ ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഒരു തെർമോഡൈനാമിക് സിസ്റ്റം ഒരു തെർമോഡൈനാമിക് സിസ്റ്റം ആയി മാറണമെങ്കിൽ അവിടെ നമുക്ക് ആ തെർമോഡൈനാമിക്സ് കോർഡിനേറ്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ഒരു സിസ്റ്റം തെർമോഡൈനാമിക് സിസ്റ്റം ആയിട്ട് മാറത്തുള്ളൂ. നോർമലി സിസ്റ്റം എന്താണോ നമ്മുടെ ഒബ്സർവേഷൻ ഇരിക്കുന്നത് അതാണ് നമ്മുടെ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പുറത്തു വരുന്നതെല്ലാം സറൗണ്ടിങ് ആണ്. അപ്പോൾ അത് തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും, തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അപ്പോൾ തെർമോഡൈനാമിക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇതും വരാം. ഇപ്പോൾ ഒരു ഗ്യാസസ് അല്ലെങ്കിൽ ഗ്യാസസ് ഇപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്ത് ഗ്യാസ് ആണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇതൊക്കെ ആയിരിക്കും അതിന്റെ കോർഡിനേറ്റ്. ഇപ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂൾസ് ഞാൻ എടുത്തു, അതിന്റെ പ്രഷർ എത്രയാണ്, അതിന്റെ വോളിയം എത്രയാണ്, ഇതൊക്കെ ആയിരിക്കും ഞാൻ അതിന്റെ കോർഡിനേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ അവിടെ ഒരു വേറെ എന്തെങ്കിലും എടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പേപ്പർ സ്റ്റീം കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റീം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീമിന്റെ നമുക്ക് എന്ത് ചെയ്യാം, പ്രഷറും ടെമ്പറേച്ചറും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു എന്തെങ്കിലും ഒരു മിക്സ്ചർ, ഗ്യാസിന്റെയും പിന്നെ വേപ്പർ ഇതിന്റെയും എയറിന്റെ ഒക്കെ ഒരു മിക്സ്ചർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് എന്തായിരിക്കും, അത് നമ്മുടെ സിസ്റ്റം ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു പെട്രോൾ എഞ്ചിൻ എടുക്കുന്ന സമയത്ത് ആ പെട്രോളിയം പ്രോഡക്റ്റിലെ പെട്രോൾ എന്ന് വെച്ചാൽ എന്താണ്, അത് നമ്മുടെ സിസ്റ്റം ആണ്. അപ്പോൾ അത് എത്ര എക്സ്പാൻഡ് ചെയ്യുന്നു, എത്ര കോൺട്രാക്ട് ചെയ്യുന്നു, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് അവിടെ പറയാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സിസ്റ്റം യൂസ്ഡ് ഇൻ ലിക്വിഡ് ഫിലിംസ്, അല്ലെങ്കിൽ ലിക്വിഡ് ഫിലിംസിനെ കുറിച്ച് സ്റ്റഡീസ് ആണെങ്കിൽ സർഫസ് ടെൻഷൻ, അതൊക്കെ ആയിരിക്കും, ഏരിയ ഓഫ് ദ ഫിലിം, ടെമ്പറേച്ചർ, ഇതൊക്കെ ആയിരിക്കും ഒരു ലിക്വിഡ് സർഫസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വരുന്നത്. ഓക്കെ, ദെൻ ഇനി സിസ്റ്റത്തിനെ തന്നെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. നമ്മൾ സിസ്റ്റം എന്ന് പറഞ്ഞല്ലോ, സിസ്റ്റത്തിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുവാണ്. സിസ്റ്റംസ് ആർ ക്ലാസിഫൈഡ് ആസ് 3. ഒന്നാമത്തെ കാറ്റഗറി ഇറ്റ് ഈസ് കോൾഡ്, ഇത് നിങ്ങൾ 12th പഠിച്ചുള്ള അതേ കാര്യം തന്നെയാണ്, ഓപ്പൺ സിസ്റ്റം. ദെൻ സെക്കൻഡ് കാറ്റഗറി ആണ് ക്ലോസ്ഡ് സിസ്റ്റം. ആൻഡ് തേർഡ് കാറ്റഗറി ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, ഒന്നാമത്തെ ഓപ്പൺ സിസ്റ്റം നോക്കാം. ഈ ഓപ്പൺ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇനിയിപ്പോ മാറ്ററും എനർജിയും സറൗണ്ടിങ്ങിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഓപ്പൺ സിസ്റ്റം. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ തെർമോഡൈനാമിക് കൺസെപ്റ്റ് തന്നെ എടുക്കണ്ട, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ഞാൻ ഒരു വാട്ടർ ബോയിൽ ചെയ്യുകയാണ്. ഒരു എന്തെങ്കിലും വെച്ച് ബർണർ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരു ബീക്കറിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കുന്നു. അപ്പോൾ ഈ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ശരിക്കും ആ ബീക്കറാണ് എൻ്റെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത്, ആ വാട്ടർ ആണ് എൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ബീക്കർ വെച്ചിട്ട് ഞാനിപ്പോൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ഈ ബീക്കറിൽ നിന്ന് എന്ത് ചെയ്യും? വെള്ളം വേപ്പർ ആയിട്ട് പോകും. ഇതിപ്പോൾ ഒരു ബീക്കറാണ്, ബെൻസൺ ബർണർ വെച്ച് ഞാൻ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹീറ്റിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൂടെ വാട്ടർ ഉണ്ട്. അപ്പോൾ ഈ വാട്ടർ ശരിക്കും ഇതിനകത്തിരിക്കുകയാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു ഓപ്പൺ സിസ്റ്റം ആയതുകൊണ്ട് ഇത് ക്ലോസ്ഡ് സിസ്റ്റം അല്ല. ഇപ്പൊ ഞാൻ ഒരു ഓപ്പൺ സിസ്റ്റം എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ഓപ്പൺ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിക്കും? ഈ വാട്ടർ വേപ്പർ ശരിക്കും പുറത്തോട്ട് പോകും. കണ്ടോ? വാട്ടർ വേപ്പർ ഇങ്ങനെ പുറത്തോട്ട് പോകും. അപ്പോൾ ഈ ഒരു വാട്ടർ വേപ്പർ ശരിക്കും എന്തായിട്ടാണ് മാറുന്നത്? ഈ ഒരു വാട്ടർ വേപ്പർ നമ്മുടെ ഇത് ബാക്കിയെല്ലാം സറൗണ്ടിങ് ആണ്. ഈ വൈറ്റ് സ്പേസിൽ കാണിച്ചിരിക്കുന്ന മൊത്തം എന്താണ്? ഇതിന്റെ സറൗണ്ടിങ് ആണ്. അപ്പോൾ ഈ സറൗണ്ടിങ്ങിലോട്ട് എന്ത് ചെയ്തു? സ്പ്രെഡ് ചെയ്തു. കണ്ടോ? ഇതിനെ എന്ത് പറയുന്നത്? ഓപ്പൺ സിസ്റ്റം. അപ്പോൾ ഓപ്പൺ സിസ്റ്റം എന്ത് ചെയ്യാൻ പറ്റും? അതിന് മാറ്ററും എനർജി എന്ത് ചെയ്യാൻ പറ്റും? സറൗണ്ടിങ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അത് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ എക്സ്ചേഞ്ച് ബോത്ത് മാറ്റർ ആൻഡ് എനർജി. ഇവിടെ മാറ്റർ എങ്ങനെയാണ് പോയത്? മാറ്റർ വേപ്പർ ആയിട്ട് പോയിട്ടുണ്ട്. കണ്ടോ? വാട്ടറിലുള്ള മാറ്റർ വേപ്പർ ആയിട്ട് സറൗണ്ടിങ്ങിലോട്ട് പോയി. അപ്പോൾ നമുക്ക് ശരിക്കും ഈ സിസ്റ്റത്തിന്റെ എനർജി കുറയാണ് ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യും? മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യും? എനർജി കുറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു സിസ്റ്റം അതിന്റെ മാറ്ററും എനർജിയും സറൗണ്ടിങ് ആയിട്ട് ഷെയർ ചെയ്യുന്നുവെങ്കിൽ അതിനെ എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് കോൾഡ് എ ക്ലോസ്ഡ് സിസ്റ്റം. ഓക്കെ, ഇനി അടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഈ ബീക്കറിനെ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്ത് വെച്ചു. ഈ ബീക്കറിൽ ഞാൻ ഒരു ലിഡ് വെച്ച് അതിന്റെ മുകളിൽ എന്ത് ചെയ്യുകയാണ്? ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ ഇതിനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഇത് ക്ലോസ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യത്തില്ല? കംപ്ലീറ്റ് ഇൻസുലേറ്റഡ് ആയിട്ട് ടൈറ്റ്ലി പാക്ക് ചെയ്ത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചു. എന്നിട്ടാണ് ഞാൻ ഹീറ്റ് കൊടുത്ത് ഇൻക്രീസ് ചെയ്തത്. ഹീറ്റ് കൊടുത്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യത്തില്ല? എനർജി പുറത്തോട്ട് പോകത്തില്ല, എനർജിയും പോകത്തില്ല, മാറ്ററും പോകത്തില്ല. എല്ലാം എന്ത് ചെയ്യും? ഇതിനകത്ത് തന്നെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം പറയുന്നതാണ് ക്ലോസ് സിസ്റ്റം. ക്ലോസ് സിസ്റ്റം എന്ത് ചെയ്യത്തില്ല? a system exchange only the energy, എനർജി പുറത്തോട്ട് പോകും. എനർജി എങ്ങനെ പോകുന്നത്? എനർജി നമുക്ക് ഈ സൈഡിൽ കൂടി റേഡിയേറ്റ് ചെയ്ത് പോകും. സൈഡിൽ നിന്ന് ഹീറ്റ് വരുമല്ലോ, ഇങ്ങനെ ഹീറ്റ് എന്ത് ചെയ്യും? ഇങ്ങനെ വരും. ഇങ്ങനെ പുറത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ബീക്കറിന്റെ സൈഡിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് അറിയാൻ പറ്റും. ഓക്കെ, ഞാൻ ഫസ്റ്റ് പറഞ്ഞപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയാണെങ്കിൽ അവിടെ പറഞ്ഞത് എനർജി പോകത്തില്ല, എനർജി പോകും. എനർജി പോകുന്നത് എങ്ങനെയാണ്? നമുക്ക് ഈ ബീക്കറിൽ നമ്മൾ എത്രത്തോളം അടച്ചു വെച്ച് നോക്കിയാൽ, അടച്ചു വെച്ച് ഹീറ്റ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യും? പുറത്ത് അതിന്റെ സർഫസ് നമുക്ക് ഹീറ്റ് അനുഭവപ്പെടും. ഈ ഹീറ്റ് ശരിക്കും നമ്മൾ ആ തൊട്ടടുത്തുള്ള എയർ മോളിക്യൂൾസിലോട്ട് പോവുകയാണ്. ശരിക്കും എന്ത് ചെയ്യുന്നത്? ആ എനർജി അവിടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പക്ഷെ എന്ത് ചെയ്യത്തില്ല? മാറ്റർ ട്രാൻസ്ഫർ ചെയ്യത്തില്ല. മാറ്റർ ശരിക്കും നമ്മൾ ആ സീൽഡ് ചേംബർ ആയതുകൊണ്ട് തന്നെ, സീൽഡ് ബീക്കർ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് തന്നെ എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ നടക്കുന്നത്. അപ്പൊ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യത്തില്ല? ഇറ്റ് വിൽ നോട്ട് എക്സ്ചേഞ്ച് മാറ്റർ, ബട്ട് ഇറ്റ് എക്സ്ചേഞ്ച് ദ എനർജി വിത്ത് ദ സറൗണ്ടിങ്. അപ്പൊ അങ്ങനെ എനർജി ലോസ് ഉണ്ടാവും അവിടെ. ഓക്കെ, അപ്പോൾ ഓപ്പൺ സിസ്റ്റം ആണെങ്കിൽ എന്താണ്? കംപ്ലീറ്റ്ലി ഓപ്പൺഡ് ആണ്. അവിടെ എനർജിയും പോകും, അതേപോലെ തന്നെ മാറ്ററും പോകും. പക്ഷെ ക്ലോസ് സിസ്റ്റം ആകുന്ന സമയത്ത് എനർജി പോകും, പക്ഷെ എന്ത് ചെയ്യത്തില്ല? മാറ്റർ പോകത്തില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് മനസ്സിലാവും. എന്താണ് ക്ലോസ് സിസ്റ്റം, എന്താണ് ഓപ്പൺ സിസ്റ്റം. ഇനി നമ്മൾ മൊത്തത്തിൽ ഇതിനൊരു ഇൻസുലേഷൻ ചേമ്പറിനകത്ത് വെച്ചാണ് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ആ ഒരു വാക്യൂം ചേമ്പറിൽ വെച്ചിട്ടാണ് ഹീറ്റിംഗ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരു സറൗണ്ടിങ്ങിലോട്ടോ എനർജിയും പോകത്തില്ല, മാറ്ററും പോകത്തില്ല. അങ്ങനെ എനർജിയും മാറ്ററും പോകാത്ത കണ്ടീഷനെ പറയുന്ന പേരാണ് എന്ത്? ഇറ്റ് ഈസ് കോൾഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനാണ് ഓപ്പൺ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റത്തിൽ എന്ത് ചെയ്തു? മാറ്ററും പോകുന്നുണ്ട്, അതേപോലെ തന്നെ എനർജിയും പോകുന്നുണ്ട്. എനർജിയും പോകും. ക്ലോസ് സിസ്റ്റം ആണെങ്കിൽ മാറ്റർ എന്ത് ചെയ്യത്തില്ല? മാറ്റർ അവിടെ പോകത്തില്ല, മാറ്റർ പോകില്ല. എന്താ പോകുന്നത്? എനർജിയാണ് പോകുന്നത്. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ത് ചെയ്യത്തില്ല? എനർജിയും പോകത്തില്ല, എന്ത് ചെയ്യത്തില്ല? മാറ്ററും പോകത്തില്ല. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ, ഈ മൂന്ന് കണ്ടീഷനും അറിഞ്ഞിരിക്കണം. എന്താണ് ഓപ്പൺ സിസ്റ്റം, എന്താണ് ക്ലോസ് സിസ്റ്റം, എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, ഇതില് നമുക്ക് ഈ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് ശരിക്കും അത്രയും ഒരു വാലിഡിറ്റി ഉള്ള കൺസെപ്റ്റ് അല്ല. കാരണം നമുക്ക് നോർമലി എത്ര നമ്മൾ സീൽ ചെയ്ത് വെച്ചാലും അല്ലെങ്കിൽ എത്രത്തോളം ഐസൊലേറ്റ് ചെയ്താലും 1% ഓഫ് എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യും? അതുവഴി ലീക്ക് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് തെർമോഡൈനാമിക്സിന്റെ പ്രാക്ടിക്കൽ നമുക്ക് തിയറി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഐഡിയൽ കണ്ടീഷൻ ഉണ്ടെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഐഡിയലി നമ്മൾ നോക്കുന്ന സമയത്ത്, പ്രാക്ടിക്കലി നോക്കുന്ന സമയത്ത് ശരിക്കും ഐസൊലേറ്റഡ് സിസ്റ്റം എന്നൊരു കൺസെപ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എപ്പോഴും എങ്ങനെ നമ്മൾ എത്രത്തോളം ടൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ എത്രത്തോളം കെയർ ആയിട്ട് നോക്കിയെടുത്താലും ഒരു എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യും? അവിടുന്ന് ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. ഏതെങ്കിലും ഇപ്പോൾ ഒന്ന് ലൈറ്റ് എനർജി ആയിട്ടോ അല്ലെങ്കിൽ ഹീറ്റ് എനർജി ആയിട്ടോ റേഡിയേഷൻ എനർജി ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് എന്ത് ചെയ്യും? അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് പോകും. ഓക്കെ, അത് നമ്മുടെ യൂണിവേഴ്സൽ ലോ ആണ്.
നിങ്ങൾ ഐഡിയൽ ഗ്യാസ് എന്നൊരു കണ്ടീഷൻ പഠിക്കുന്നുണ്ട്. 12th ഐഡിയൽ ഗ്യാസ് എന്നൊരു കാര്യം പഠിക്കും. ഇതിൽ നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഐഡിയൽ ഗ്യാസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. പി വി സിക്കൽ ടു എൻ ആർ എന്ന ഇക്വേഷൻ വരുന്നത് നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ശരിക്കും ഐഡിയൽ ഗ്യാസ് എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ 100% ഐഡിയൽ എന്ന കണ്ടീഷൻ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അക്യൂർ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ഇനി പഠിക്കുന്ന സമയത്ത് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ക്ലോസ് സിസ്റ്റം ഐസൊലേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് വലുതായിട്ടൊന്നും ഡിസ്കസ് ചെയ്യത്തില്ല. നമ്മൾ പറയുന്നതെല്ലാം ഓപ്പൺ സിസ്റ്റവും അതേപോലെ തന്നെ ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, അത് നോക്കുക. ഞാൻ ഒരു ടേംസ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇതാണ് ആ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ, ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഇനി ഇതിൽ അടുത്തൊരു കണ്ടീഷൻ പറയുന്നവയാണ് അഡയബാറ്റിക് വാളും അതേപോലെ തന്നെ ഡയതെർമിക് വാളും. ഓക്കെ, വാൾസ് ആണ്. അഡയബാറ്റിക് വാളും അതേപോലെ തന്നെ ഡയോതെർമിക് വാളും. എഴുതണം, അഡയബാറ്റിക് വാൾ ആൻഡ് ഡയോതെർമിക് വാൾ. നോക്കാം എന്താണ് അഡയബാറ്റിക് വാൾ, എന്താണ് ഡയോതെർമിക് വാൾ. അപ്പൊ നമുക്ക് ഇതിൽ ഈ ഒരു അഡയബാറ്റിക് വാൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഐഡിയലിലുള്ള ഒരു ഇൻസുലേറ്റിംഗ് വാൾ ആണ്. ഐഡിയലുള്ള ഇൻസുലേറ്റിംഗ് വാൾ മീൻസ് എന്ത് ചെയ്യത്തില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മാറ്റേഴ്സിനെ എന്ത് ചെയ്യത്തില്ല, ഇത് ട്രാൻസ്ഫർ ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പൊ ഞാൻ ഒരു സർഫസ് കൺസിഡർ ചെയ്യുവാണ്. ഈ ഒരു സ്പേസ് ഞാൻ കൺസിഡർ ചെയ്തു. ഇതിനെ ഞാൻ രണ്ട് റീജിയൻ ആയിട്ട് തിരിക്കുന്നുണ്ട്. ഓക്കെ, രണ്ട് റീജിയൻ ആയിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുവാണ്. അപ്പൊ ഇതാണ് എൻ്റെ അഡയബാറ്റിക് വാൾ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ വരച്ചല്ലോ, ഇതാണ് എന്ത്, അഡയബാറ്റിക് വാൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു റീജിയൻ എ ആണ്, ഈ ഒരു റീജിയൻ ബി ആണ്. ഓക്കെ, അപ്പൊ എ റീജിയൻ ഇത് ഹോട്ട് റീജിയൻ ആണ്. ഓക്കെ, എയുടെ ടെമ്പറേച്ചർ ഇത് കൂടുതലാണ്. എ എന്ന് വെച്ചാൽ എന്താണ്, അതൊരു ഹോട്ട് റീജിയൻ ആണ് ഇരിക്കുന്നത്. ഓക്കെ, എ ഇപ്പോൾ ഹോട്ട് റീജിയനിൽ, പക്ഷെ ബി എന്താണ്, ബി കോൾഡ് റീജിയനിലാണ്, അല്ലെങ്കിൽ കുറച്ച് ടെമ്പറേച്ചർ കുറഞ്ഞ ഒരു റീജിയനിലാണ്. പക്ഷെ ഇതിപ്പോ ഒരു അഡയബാറ്റിക് വാൾ ആണെങ്കിൽ എ ഇപ്പോൾ ഹൈ ടെമ്പറേച്ചറിലാണെങ്കിലും ബി ഇപ്പോൾ ലോവർ ടെമ്പറേച്ചറിലാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഇവിടുന്ന് പരസ്പരം അവർ ഹീറ്റ് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യത്തില്ല. കാരണം എന്താണ്, ഇതിരിക്കുന്ന അഡയബാറ്റിക് വാൾ ആണ്. അഡയബാറ്റിക് വാൾ എന്ന് വെച്ചാൽ ഐഡിയലി ഒരു ഇൻസ്റ്റേറ്റിംഗ് വാൾ ആണ്. അപ്പൊ ഇൻസ്റ്റേറ്റിംഗ് വാൾ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യത്തില്ല, ഹീറ്റും ട്രാൻസ്ഫർ ചെയ്യത്തില്ല, അല്ലെങ്കിൽ മാറ്ററോ അങ്ങനെ ഒന്നും എന്ത് ചെയ്യത്തില്ല, അവർ ട്രാൻസ്ഫർ ചെയ്യത്തില്ല. ശരിക്കും ഐഡിയൽ കണ്ടീഷൻ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല 100%. എന്നാലും തിയററ്റിക്കലി പറയുന്നതാണ് എന്ത് ചെയ്തു, അഡയബാറ്റിക് വാൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റേറ്റിംഗ് വാൾ ആണ്. അത് എന്ത് ചെയ്യത്തില്ല, ടെമ്പറേച്ചറോ ഒന്നും എന്ത് ചെയ്തില്ല, അങ്ങോട്ട് കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പൊ അവിടെ എന്ത് വരത്തില്ല, അവർ തമ്മിലൊരു ഹീറ്റ് എക്സ്ചേഞ്ച് വരത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നൊരു കൺസെപ്റ്റ് എടുക്കണം. സീറോത്ത് ലോ നോക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ അഡയബാറ്റിക് വാളും ഡയോതെർമിക് വാൾസും പറയുന്നു. ഓക്കെ, ഇതാണ് അഡയബാറ്റിക് വാൾസ്. അപ്പൊ നോക്കുക, അഡയബാറ്റിക് വാൾസ് ആർ ദ വാൾസ് ഇൻ വിച്ച് ദേ ആർ having ideal insulating walls. Okay, അവർ എന്താണ്, ഐഡിയലി ഇൻസുലേറ്റിംഗ് വാൾസ് ആണ് അഡയബാറ്റിക് വാൾസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യമായി അഡയബാറ്റിക് വാൾസ് എന്താണെന്നെ കുറിച്ചിട്ട്. ഇനി അടുത്ത് ഡയോതെർമിക് വാൾസ് ഉണ്ട്. ഡയോതെർമിക് വാൾസ് എന്ന് പറയുന്നത് അത് ശരിക്കും ഈ അഡയബാറ്റിക് വാൾസ് അല്ല. ഡയോതെർമിക് വാൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പൊ ഈ ഡയോതെർമിക് വാൾസിനാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീറ്റോ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. A diathermic walls is a partition that allows two systems on its opposite sides to exchange heat. Heat അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് അഡയബാറ്റിക് സിസ്റ്റം. ഓക്കെ, ഡയോതെർമിക് സിസ്റ്റം, ഡയോതെർമിക് വാൾസ്. ഓക്കെ, അപ്പോൾ ഡയോതെർമിക് വാൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഹീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം. എക്ക് ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും, ബിക്ക് തിരിച്ചും കൊടുക്കാൻ പറ്റും. ഓക്കെ, എയിലെ ഹീറ്റ് ഇങ്ങോട്ടും കൊടുക്കാം, ബിയിലെ ഹീറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ടും വരാൻ പറ്റും. അപ്പോൾ ആ ഒരു കേസിൽ ഇപ്പോൾ എ ആണെങ്കിൽ എ ഇപ്പോൾ ഹീറ്റ് ഉണ്ട്, നല്ല ചൂട് ഇരിക്കുവാണ്, ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ ഇതാണ് വച്ചിരിക്കുന്ന ഡയോതെർമിക് വാൾസ് ആണ്. ഡയോതെർമിക് വാൾസ് ആണ് എന്ത് ചെയ്യും, ഇവിടുന്ന് ഹീറ്റ് ഇങ്ങോട്ട് പോകും, കണ്ടോ, ഹീറ്റ് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്യും, ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിലായി മാറും. അങ്ങോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആയി മാറും. അപ്പോൾ നേരത്തെ പറഞ്ഞ അഡയബാറ്റിക് വാൾസിൽ എന്താണ് സംഭവിച്ചത്, അഡയബാറ്റിക് വാൾസ് നേരത്തെ എന്ത് ചെയ്തില്ല, ആ ഒരു ഹീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തില്ല. അങ്ങനെ നമുക്ക് എന്ത് സംഭവിച്ചു, എയിലുള്ള ഹീറ്റ് ബിയോട് ട്രാൻസ്ഫർ ചെയ്യാതെ ബി ആ ഒരു ടെമ്പറേച്ചർ കുറഞ്ഞ റീജിയനിലും എ ടെമ്പറേച്ചർ കൂടിയ റീജിയനിൽ തന്നെ നിന്നു. അപ്പൊ നമുക്ക് ഈ ഒരു അഡയബാറ്റിക് വാൾസിനൊക്കെ എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്, ഡയോതെർമിക് വാൾസിന് എക്സാമ്പിൾസ് പറയാൻ പറ്റുന്നത് ശരിക്കും ഒരു കോപ്പർ അലുമിനിയം ഷീറ്റോ കോപ്പർ ഷീറ്റോ നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ഈസ് എ ഡയോതെർമിക് വാൾസ് ആണ്. കാരണം ഈ ഒരു അലുമിനിയം കോപ്പർ ഒക്കെ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആണ്. ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യും. നമുക്കിവിടെ മാറ്റർ ട്രാൻസ്ഫറിന്റെ കാര്യമില്ല, ഹീറ്റ് ട്രാൻസ്ഫർ ആണ് പറയുന്നത്. ഓക്കെ, ആരും ശ്രദ്ധിക്കുക, നേരത്തെ
ഓപ്പൺ സിസ്റ്റം ക്ലോസ് സിസ്റ്റം പറഞ്ഞ സമയത്ത് നമ്മൾ മാറ്ററിന്റെ ട്രാൻസ്ഫർ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഡയത്തോമിക് വാൾസും അഡയബാറ്റിക് വാൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും മാറ്റർ ട്രാൻസ്ഫർ ചെയ്യേണ്ട, ഹീറ്റ് മാത്രമാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ ഡയത്തോമിക് വാൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഡയത്തോമിക് വാൾസ് നമുക്ക് കോപ്പറോ അല്ലെങ്കിൽ അലുമിനിയോ ഒക്കെ എന്ത് ചെയ്യാം, ഡയത്തോമിക് വാൾസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു അഡയബാറ്റിക് വാൾ നമ്മൾ പറഞ്ഞത് ഐഡിയലി ഇൻസുലേറ്റിംഗ് വാൾ ആണ്, അല്ലെങ്കിൽ 100% ഇൻസുലേറ്റിംഗ് വാൾ എന്ന് പറഞ്ഞു. പക്ഷേ 100% ഒരിക്കലും അല്ലെങ്കിൽ ഐഡിയൽ കണ്ടീഷനിൽ ഇൻസുലേറ്റിംഗ് കിട്ടത്തില്ല. എന്നാലും ഒരു അഡയബാറ്റിക് വാൾസ് ആയിട്ട് നമുക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്നത് പ്ലാസ്റ്റിക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ പറ്റും, വുഡിന്റെ വാൾ യൂസ് ചെയ്യാൻ പറ്റും, ഗ്ലാസ്, ഇതൊക്കെ എന്ത് ചെയ്യാം, അഡയബാറ്റിക് വാൾസ് ആയിട്ട് യൂസ് ചെയ്യാം. 100% കിട്ടത്തില്ല, എന്നാലും ഒരു പർട്ടിക്കുലർ എമൗണ്ട് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഹീറ്റിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാതെ അതിനെ തടഞ്ഞു വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഹീറ്റ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആണ് നമ്മൾ അഡയബാറ്റിക് വാൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹീറ്റ് ഗുഡ് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ഹീറ്റിന്റെ ഗുഡ് കണ്ടക്ടേഴ്സിനാണ് എന്ത് ചെയ്യുന്നത്, ഡയതെർമിക് വാൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇത്രയാണ് നമുക്ക് തെർമോഡൈനാമിക്സിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ടേംസ് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇത്രയും ടേംസ് എന്ത് കറക്റ്റ് ആയിട്ട് നോക്കുക. ഇതിൽ നമുക്കിനി സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സ്റ്റേറ്റ്മെന്റ് കൂടി ഇന്നത്തെ സെക്ഷനിൽ നോക്കാം. ബാക്കി അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ടി ഡി എടുക്കുവാണ്, ടി ഡി തെർമോഡൈനാമിക്സ്, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതില് ശരിക്കും ഇതിന് സീറോത്ത് ലോ എന്ന് പറയാൻ കാരണം ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലോ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇതിനൊരു മൂന്നാമത്തെ ലോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻസ് കിട്ടത്തില്ല. കാരണം ശരിക്കും ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും കണ്ടുപിടിക്കുന്നതിന് മുന്നേ കണ്ടുപിടിക്കേണ്ടുന്ന ലോ ആണ് ഈ സീറോത്ത് ലോ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ലോ. പക്ഷേ എന്ത് ചെയ്തു, അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ രണ്ട് ലോസും കണ്ടുപിടിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ഈ ഒരു ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഫോർമേറ്റ് ചെയ്തത്. RH ഫ്ലവർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു പ്രോബ്ലം പറ്റിയതാണ്, എന്ത് ചെയ്തു, ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ ഒരു ലോ കൊണ്ടുവരുന്നത്. പക്ഷെ അതിനെക്കാട്ടി ഇമ്പോർട്ടൻസ് ഇതിനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയുന്നതിന് സീറോത്ത് ലോ എന്ന് പറയുന്നത്. കാരണം ഒരു തെർമൽ ഇക്വിലിബ്രിയം, ടെമ്പറേച്ചറിന്റെ കൺസെപ്റ്റ് ശരിക്കും കൊണ്ടുവന്ന ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന ഈ ഒരു ലോ ആണ്, ടെമ്പറേച്ചറിന്റെ കൺസെപ്റ്റ് കൊണ്ടുവരുന്ന ഈ സീറോത്ത് ലോ ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സീറോത്ത് ലോ എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ലോയ്ക്കും സെക്കൻഡ് ലോയ്ക്കും കണ്ടുപിടിച്ച ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇപ്പോ രണ്ട് സിസ്റ്റം തെർമലി ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ രണ്ട് സിസ്റ്റം ഇപ്പോൾ തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെങ്കിൽ മൂന്നാമത്തെ സിസ്റ്റം എന്താവും, അതുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് ഫിഗർ ഒന്ന് വരച്ചിട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് കൺസിഡർ ചെയ്യുക, ഇതൊരു സിസ്റ്റം ആണ്. ഇത് പുറം മൊത്തം ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഔട്ട്സൈഡ് മൊത്തം ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ഞാനിപ്പോ ഒരു ഇവിടെ സെന്ററിൽ ഒരു ഡയോതെർമിക് വാൾ വെച്ച് എന്ത് ചെയ്യുവാണ്, റെപ്രസെന്റ് ചെയ്യുവാണ്. ഒരു ഡയോതെർമിക് വാൾ വെച്ച് സെപ്പറേറ്റ് ചെയ്യുവാണ് ഈ ഒരു പോർഷനിൽ. ഇത്രയും പോർഷൻ ഞാൻ ഈ ഒരു ഗ്രീൻ കളറിൽ കാണിക്കുന്ന ഡയോതെർമിക് വാൾ ആണ്. ഇത് ഡയോതെർമിക് വാൾ ആണ്. ആൻഡ് ഈ സെന്ററിൽ ഞാൻ ഒരു ബ്ലാക്ക് കളറിൽ കാണിക്കുന്നത് അഡയബാറ്റിക് വാൾ ആണ്. അപ്പൊ അഡയബാറ്റിക് വാൾ എന്ത് ചെയ്യത്തില്ല, ഹീറ്റ് ഒന്നും ട്രാൻസ്ഫർ ചെയ്യത്തില്ല. ഓക്കെ, ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യത്തില്ല. ഇവിടെ ഞാൻ എ എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. എ, റീജിയൻ എ, ഇത് ബി ആണ്, ഇത് സി ആണ്. ഇവിടുത്തെ വാൾസിന്റെ കേസ് അറിയാലോ, ഇതെന്താണ്, ഇത് അഡയബാറ്റിക് വാൾ ആണ്, ഇത് ഡയോതെർമിക് വാൾ ആണ്. ഡയോതെർമിക് വാൾ. ഇവിടുത്തെ ഈ സീറോത്ത് ലോ പറയുന്നത്, ഇപ്പോൾ രണ്ട് സിസ്റ്റം പരസ്പരം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മൂന്നാമത്തെ സിസ്റ്റം എന്ത് ചെയ്യും, തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആയി മാറും. അതായത് ഇപ്പോൾ ഈ എയും ബിയും തമ്മിൽ ഒരു ഇന്ററാക്ഷനും ഇല്ല, കാരണം അവരെ സെപ്പറേറ്റ് ചെയ്യുന്ന അഡയബാറ്റിക് വാൾ ആണ്. പക്ഷെ എയും സിയും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ സിയും ഡിയും തമ്മിലൊരു ഇന്ററാക്ഷൻ ഉണ്ട്. ഓക്കെ, എയും സിയും തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബിയും സിയും തമ്മിൽ എന്തുണ്ട്, ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ എയും ബിയും തമ്മിലൊരു ഇന്ററാക്ഷൻ വരികയും സിയും ബിയും തമ്മിൽ ഇന്ററാക്ഷൻ വന്നു കഴിഞ്ഞാൽ ശരിക്കും അവിടെ എന്ത് ഇന്ററാക്ഷൻ വരും, എയും ബിയും തമ്മിൽ എന്ത് ഇന്ററാക്ഷൻ വരും. അതാണ് ഈ ഒരു സീറോത്ത് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഈസ് ടു സിസ്റ്റം in thermal equilibrium with a third system, with a third one are in
thermal equilibrium with each other. Okay, ഞാൻ വായിച്ചു തരാം, ക്ലിയർ ആയിട്ട് എഴുതിയത് ഒന്ന് വായിച്ചു തരാം. ടു സിസ്റ്റം ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ തേർഡ് വൺ. എന്ത് ചെയ്യുന്നു, ആ രണ്ട് സിസ്റ്റം എയും ബി എന്ന രണ്ട് സിസ്റ്റം മൂന്നാമത്തെ സിസ്റ്റമായിട്ട് സി എന്ന സിസ്റ്റമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇവർ മൂന്നുപേരും എന്തായിരിക്കും, ഇവർ മൂന്നുപേരും ഒപ്പം ഒറ്റ തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. ഇതാണ് സീറോത്ത് ലോ എന്ന് പറയുന്നത്. കണ്ടോ, അല്ലാതെ നോർമലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ സി എന്ന് പറയുന്ന കണ്ടീഷൻ ഇല്ല എങ്കിൽ എയും ബിയും എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും അവിടെ തെർമൽ ഇക്വിലിബ്രിയത്തിൽ വരത്തില്ല. കാരണം എന്താണ്, ആ എയും ബിയും അവിടെ നമുക്ക് അഡയബാറ്റിക് വാൾ വെച്ചാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, നമ്മൾ സിയിലോട്ട് വന്നു, സിയിൽ നിന്ന് എന്ത് ചെയ്തു, ബിയിലോട്ട് പോയി. വേറെ ഒന്നും നോക്കണ്ട, ഇതിപ്പോ ഒരു ടാങ്ക് ആണെന്ന് കരുതുക. ഒരു ടാങ്കിൽ നമ്മൾ എയും ബിയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വാൾ വെച്ച് സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ മൂന്നാമത്തെ പോർഷൻ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സി എന്ന പോർഷൻ നമുക്ക് ഇവിടെ ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു അരിപ്പ പോലത്തെ എന്തെങ്കിലും വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു എയിൽ ഒരു കുറച്ച് മഷി എന്തെങ്കിലും കളക്കുന്നുണ്ട്, ഈ ഒരു ടാങ്കിൽ കുറച്ച് മഷി എന്തെങ്കിലും ഇട്ടു. അപ്പൊ ഈ മഷി നമ്മൾ എയിൽ ഇട്ടിട്ട് അതുപോലെ നമ്മൾ എന്ത് ചെയ്തു, എയിൽ വേണ്ട സിയിൽ നമ്മൾ കുറച്ച് മഷി ഇട്ട് കൊടുത്തു, കുറച്ച് കളർ എന്തെങ്കിലും കളർ ഇട്ട് കൊടുത്തു. അപ്പൊ ഈ കളർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ അരിപ്പയിൽ കൂടി എന്ത് ചെയ്യും, ഇത് എയിലോട്ട് സ്പ്രെഡ് ആവും, ബിയിലോട്ട് സ്പ്രെഡ് ആവും. അപ്പൊ ശരിക്കും ഇപ്പൊ ഇത് എയും ബി ഒരു ക്ലിയർ വാട്ടർ ആണെങ്കിലും നല്ലൊരു പ്യൂർ കളറിന് വെള്ളമാണെങ്കിലും നമ്മൾ ഈ സിയിൽ ഇടുന്ന കളർ എന്ത് ചെയ്യും, എയിലും ബിയിലോട്ട് സ്പ്രെഡ് ചെയ്ത് ഇത് മൊത്തത്തിൽ എന്ത് ചെയ്യും, ഒറ്റ കളറായിട്ട് മാറും. അവിടെ പക്ഷേ എയും ബിയും തമ്മിൽ എന്തെങ്കിലും ഇന്ററാക്ഷൻ ഉണ്ടോ, ഇല്ല. പക്ഷേ എയും ബിയും തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ സംഭവിച്ചു, എയും സിയും തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ട്, സിയും ബിയും തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പൊ ഇതേപോലെ ഈ ഒരു ഇതിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യുന്നത്, നമുക്കിവിടെ ഈ ഒരു സീറോത്ത് ലോ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മൂന്നാമത്തെ സിസ്റ്റം എന്തായിരിക്കും, അവരുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും, അല്ലെങ്കിൽ എന്ത് പറയും, ആ മൂന്ന് പേരും ഒറ്റ തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് സീറോത്ത് ലോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.